ഹിമാലയച്ചേട്ടൻ്റെ ആയിരുന്നു ആ താഴത്തെ സ്കൂൾ അവസാനം. പുള്ളിയാണ് ഈ സിസ്റ്റേഴ്സിന് കൊടുത്തത്. നമ്മളുടെ തച്ചമ്പാറയിൽ ഈ വനം എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ആലോചിക്കുകയായിരുന്നു, അവിടെ കുറച്ച് മരങ്ങൾ, ഒരു പാലമരം, സ്കൂളിന് മുമ്പിൽ ഒരു പാലമരം, പിന്നെ പലർക്കും പേടിയായിരുന്നു. അന്ന് റോഡൊന്നും പഴയ റോഡാണ്, കാര്യങ്ങളാണ്. പക്ഷെ എന്നാലും അവിടെയൊക്കെ പിന്നെ ചെറിയ കുടിൽ വെച്ചിട്ട് ആൾക്കാർ താമസിക്കുന്നു. പക്ഷെ അന്ന് ആ കയറ്റമൊക്കെ വലിയ കയറ്റമായിരുന്നു അല്ലേ? കയറ്റമായിരുന്നു. ആ കയറ്റം എന്ന് പറഞ്ഞാൽ അത് ഒരു പ്രത്യേകത കയറ്റാണ്. ഇവിടുന്ന് അങ്ങോട്ട് ആൾക്കാർ വളരെ അന്നത്തെ ചെറുപ്പക്കാരൊക്കെ ഈ ബസ്സിന് അങ്ങനെ സിനിമയ്ക്ക് പോകും. അവിടെ നിന്ന് ഇങ്ങോട്ട് ലോറിയുടെ പിന്നിൽ തൂങ്ങിയിട്ട് ഈ കയറ്റത്തിൽ വന്നിറങ്ങും. മണ്ണാർക്കാട് അല്ലേ? മണ്ണാർക്കാട് ആദ്യത്തെ തിയേറ്റർ ആരാധന ഓക്കാസാണ്. ആ കയറ്റത്തിൽ ഒന്ന് തൂങ്ങി ഇറങ്ങാം ലോറിയിൽ. പതുക്കല്ലേ പോകുള്ളൂ. ഇവിടെ കുന്നത്തുകാവ് അവിടെ ഒരു വലിയ ക്ഷേത്രമുണ്ട്. അതിൻ്റെ നാലുപുറം പിന്നെ കുറേ ആൾക്കാർ ജീവിച്ചിട്ടായിരുന്നു. അവിടെ കാവായിരുന്നോ? കാവ് അത് ഇടച്ചോലക്കാർ കൊടുത്ത സ്ഥലമാണ്. ഈ ഇടച്ചോല ഇത് കൊടുത്ത സ്ഥലം. ഇതൊക്കെ ഇടച്ചോലക്കാരുടെ ഈ നമ്മുടെ പഞ്ചായത്ത് നിൽക്കുന്ന സ്ഥലം. പഞ്ചായത്ത് 80-ലാണല്ലോ. തച്ചമ്പാറ പഞ്ചായത്ത് ആദ്യമായിട്ട് തുടക്കം കുറിച്ചത് നമ്മുടെ PM ഹംസ സാഹിബ്, അയാളുടെ കെട്ടിടത്തിലാണ്. എവിടെ? ഈ തച്ചമ്പാറ തന്നെ, ആ ജംഗ്ഷനിൽ. ഇപ്പോൾ മറ്റേ നമ്മളൊരു പലർക്കടിയില്ല, എന്താ ഹൈക്കോന്റെ അവിടെ ആയിരുന്നു അത്. അന്ന് അതൊരു കുന്നത്തായിരുന്നു. അവിടെ കുന്നായിരുന്നു. ഒരു സൈഡിൽ പിന്നെ ബീഡി കമ്പനി ഉണ്ടായിരുന്നു. അന്ന് ആ പഞ്ചായത്ത് ആദ്യമായിട്ട് ഉണ്ടാവുകയാണ്. അപ്പോൾ ആ സ്ഥലം കൊടുക്കാൻ ഫ്രീ ആയിട്ട് അന്ന് വാടകയില്ല. ഇല്ല. അന്ന് എന്നിട്ട് ഈ സ്ഥലം മൂപ്പര് കൊടുത്താണ്. മൂപ്പരേൻ്റെ പിന്നെ മൂപ്പരേൻ്റെ പ്രസിഡൻ്റൊക്കെ ആയി, പഞ്ചായത്ത് പ്രസിഡൻ്റായി. അങ്ങനെയാണ് പിന്നെ ഈ സ്ഥലം എന്ന് പറയുന്നത് ഇപ്പോൾ നിലവിൽ നിൽക്കുന്ന പഞ്ചായത്തിൻ്റെ സ്ഥലം അരിച്ചലക്കാരാണ് ഒരു കുറിപ്പ് എല്ലായിടത്തും വാങ്ങി. പെരുമാൾജിയുടെ ഞങ്ങളുടെ നേതാവുണ്ടായിരുന്നു. അയാളാണ് ആ പഞ്ചായത്തിൻ്റെ കെട്ടിടം വെച്ചത്. അന്ന് അതിനോടൊപ്പം സഹകരിച്ചിട്ടായിരുന്നു നമ്മുടെ നേരത്തെ പാലക്കയത്ത് എന്ന് പറഞ്ഞ നരിമറ്റം കുഞ്ഞ് ഒക്കെ വളരെ സജീവമായ കാലമാണ്. കുഞ്ഞേട്ടൻ, അതുപോലെ പഴനി മാഷ്, പിന്നെ ഈ കുഞ്ഞേട്ടൻ, അങ്ങനെ ഒരുപാട് ആൾക്കാർ ഒരു പ്രയത്നമായിട്ടുണ്ട് ഈ പഞ്ചായത്ത്, ഇന്നത്തെ പഞ്ചായത്തിൻ്റെ. അപ്പം ശരിക്കും അന്ന് ആ ബീഡി കമ്പനിയുടെ അടുത്തായിരുന്നു ഈ പഞ്ചായത്ത് അല്ലേ? ഫസ്റ്റ് ബീഡി കമ്പനി തന്നെയായിരുന്നു. ഒരു ഭാഗം അങ്ങനെ അത്രയൊന്നും ആൾക്കാരുണ്ടാവില്ല. ആദ്യം കാലാവസ്ഥ പഞ്ചായത്തിൽ, അതേപോലെ തന്നെ കരിമ്പ പഞ്ചായത്തിലും ഉൾപ്പെട്ടിരുന്ന സ്ഥലങ്ങളാണ്. ഈ തച്ചമ്പാറ ഉണ്ടാവില്ല. തച്ചമ്പാറ എന്നുള്ള പഞ്ചായത്തില്ല. കരിമ്പ പഞ്ചായത്തിൻ്റെ ഭാഗം, പിന്നെ കാരാവസി പഞ്ചായത്തിൻ്റെ ഭാഗം, പിന്നെ പൊറ്റശ്ശേരി പഞ്ചായത്തിൻ്റെ ഭാഗം. അങ്ങനെ 3 സ്ഥലങ്ങളിൽ നിന്ന് വിഭജിച്ചെടുത്താണ് തച്ചമ്പാറ പഞ്ചായത്ത്. AP ഹംസ സാഹിബാണ് ആദ്യത്തെ പ്രസിഡന്റ്. പിന്നെ അന്ന് ഈ ഇലക്റ്റഡ് അല്ല, ആദ്യത്തെ, രണ്ടാമതാണ് ഇലക്റ്റഡ് വന്നത് പെരുമാൾജി. എത്ര വാർഡുകൾ ഉണ്ടായിരുന്നു അന്ന്? 6 വാർഡ്. നമ്മുടെ പാലക്കയം കൂട്ടി അങ്ങനെ പാലക്കയം 2 വാർഡായിരുന്നു. ഒന്നല്ല. അവിടുന്ന് പിന്നെ നമ്മുടെ കാരാവസ്ഥയിൽ ഇങ്ങോട്ട് കിട്ടിയത് ഇങ്ങോട്ട് നമ്മുടെ പൊറ്റശ്ശേരി കിട്ടിയത്. ഈ മുതൂർശി ഭാഗമൊക്കെ പൊറ്റശ്ശേരി പഞ്ചായത്തിലായിരുന്നു. അപ്പം അടുത്ത കാലം വരെ കോൺസ്റ്റിറ്റ്യൂഷൻ, അതായത് നിയമസഭാ മണ്ഡലം വരെ മണ്ണാർക്കാട് നിയോജകമണ്ഡലത്തിൽപ്പെട്ടതായിരുന്നു ഈ തെക്കുംപുറം വരെ. അപ്പം അതൊരു 10 കൊല്ലത്തിന് മുമ്പ് അങ്ങനെയാണ് ആണല്ലേ. ഇപ്പം പിന്നെ മാറി നമ്മളെനിക്ക് വന്നാണ്. കാഞ്ഞിരപ്പുഴ പഞ്ചായത്തെല്ലാം മണ്ണാർക്കാടിലായിരുന്നു. അപ്പോൾ പിന്നെ നമ്മുടെ കോങ്ങാട് നിയോജകമണ്ഡലത്തിൽ വന്നാണ്. ലൈബ്രറി ഏകദേശം ഒരു 25 വർഷം പഴക്കമുണ്ടാവും. ആദ്യം ലൈബ്രറി എന്ന് പറഞ്ഞാൽ തുടങ്ങിയത് നിൽക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. മാത്യു മാഷായിരുന്നു അതിൻ്റെ ആള്. പ്രൈമറി സ്കൂളിലൊരു അധ്യാപകനായിരുന്നു. വില്ലേജ് ഓഫീസ് ആദ്യകാലം മുതൽക്കുന്നുണ്ട്. ആദ്യകാലം എന്ന് പറഞ്ഞാൽ ഞാൻ വളരെ അത് മനസ്സിലായി. അല്ല, ഞാൻ പറയുന്നത് വില്ലേജ് ഓഫീസ് നമുക്ക് പഞ്ചായത്തിനേക്കാളും മുമ്പ് വില്ലേജ് ഓഫീസ് ഉണ്ട്. പഞ്ചായത്തിനേക്കാളും മുമ്പുണ്ട്. അത് നമ്മുടെ PJ ജോസഫ് വന്ന ഉദ്ഘാടനം. വില്ലേജ് ഓഫീസ് അവിടെ തന്നെ ആയിരുന്നു അതോ? അവിടെ തന്നെ ആയിരുന്നു. നമ്മളുടെ പഴയ ഒരു സ്ഥാപനമാണ് നമ്മുടെ കുട്ടപ്പൻ ചേട്ടൻ. അതെ. കുട്ടപ്പൻ ഞങ്ങളും സ്ഥലം ഞങ്ങൾ 2 പേരും കൂടി ഷെയർ ചെയ്യും. ഇപ്പം നിലവിൽ അതിലുള്ള സ്ഥലം ഒരാളുടെ ആണ്. അയാളിൽ നിന്ന് ഞങ്ങൾ 2 പേരും വാങ്ങിച്ചാൽ ഒരു ഭാഗം കുട്ടപ്പനും കൊടുത്തു. അന്ന് കുഞ്ഞറിയ ചുക്കുകളുടെ ഭാഗം ഉണ്ടായിരുന്നു. ഒരു ഭാഗം എൻ്റെ അച്ഛനും. അങ്ങനെയാണ് അന്ന് മുതൽക്കുണ്ട്. ഒരുപാട് ഏട്ടനനിയന്മാർ ഒരുപാട്. അതെന്തായാലും വലിയ, അതായത് തച്ചമ്പാറയിലെ ഒരു പ്രധാന
സ്ഥലം തന്നെ പറയാം. അതെ, ഈ ദേശബന്ധു സ്കൂളും ഹൈസ്കൂളും അതേമാതിരി ആശുപത്രിയും ഒക്കെ ഉള്ള മാതിരി തന്നെ. അതെ അതെ അതെ. അതേപോലെ നമ്മുടെ തച്ചമ്പാറ ഇറക്കത്തില് പള്ളിവാതുക്കലിന്റെ ആ എണ്ണമില്ല് ഉണ്ടായിരുന്നില്ലേ? ഉണ്ടായിരുന്നു അല്ലേ? അതൊരു പഴയ, അത് സർവീസ് ബാങ്കിന്റെ താഴെ. അതെ, അത് പഴയ ഒരുപാട് നാളുണ്ടായിരുന്നല്ലോ അല്ലേ? ഒരുപാട് കാലുണ്ടായിരുന്നു അല്ലേ? ഒരുപാട് നാളുണ്ടായിരുന്നു. പക്ഷെ നിന്നിട്ട് കുറയും. അതേപോലെ തന്നെ നമ്മുടെ പൊന്നുവേട്ടന്റെ ടിംകോ അതെ, ടിംകോ ആദ്യകാലം മുതലുള്ളതാണ്. അതൊരു 10-40 വർഷമൊക്കെ പഴക്കമുണ്ടാവും. പിന്നുള്ളത് APMs കാട്, റബ്ബർ കട, പിന്നെ തുണിക്കട, പൊട്ടമ്മച്ചേട്ടന്റെ ബേക്കറി. ബേക്കറി ഇല്ല, അന്ന് സ്റ്റേഷനറിയാണ്. ബേക്കറി പിന്നീട് തുടങ്ങിയതാണ്. അത് സ്റ്റേഷനറി കട ഉണ്ടാവും. എല്ലാ സാധനങ്ങളും മിക്കവാറുണ്ട്. പിന്നെ മത്തക്കുഞ്ഞേട്ടന്റെ പല. പിന്നെ അന്നെ നമ്മുടെ ഈ പിന്നെ ചുറ്റിപ്പാട് ജോർജേട്ടൻ്റെ റബ്ബർ കട ഉണ്ടായിരുന്നു. മറ്റേ ഹൈസ്കൂളിൻ്റെ മുമ്പുള്ള ബിൽഡിങ്ങില്ല, അതിൻ്റെ റൂമിൽ ഇപ്പം മറ്റേ നമ്മുടെ റബ്ബർ കട ഉണ്ടല്ലോ അവിടെ. അതാണ് നാബുവിൻ്റെ റബ്ബർ കട. അന്ന് ഈ ഇയാളുടെ നമ്മുടെ അതില് പിന്നെ നടത്തിപ്പ് വരായിരുന്നു ഒരു പണിക്കര് ഉണ്ടായിരുന്നു. പണിക്കര് പിന്നെ ഒരു ഗോപാലകൃഷ്ണൻ ഇപ്പം മരിച്ചു, എഴുത്ത് കണക്കൊക്കെ ഉണ്ടാക്കുന്നു. അവർ രണ്ടാളായിരുന്നു നടത്തുന്നത്. അന്ന് മൊത്തം പുറത്ത് പലർക്കിട. ഈ ഹോസ്പിറ്റലിന്റെ പണിയുടെ സമയത്ത് അതിനെ കുറിച്ചൊക്കെ വല്ല അറിയോ? ഹോസ്പിറ്റലിന്റെ പണിയുടെ സമയത്ത് ഉള്ള ഓർമ്മയൊന്നുമില്ല. ഹോസ്പിറ്റലായിട്ട് അതിന് ഹോസ്പിറ്റലിൽ അങ്ങനെ ആദ്യമായിട്ട് പണിതിട്ടില്ല. ആ ഒരൊറ്റ കെട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. അത് ജോർജേട്ടൻ കെട്ടിക്കൊടുത്താ. ഈ രാജൻ ഡോക്ടർ അവിടെ കുറച്ച് ആളുണ്ടായിരുന്നോ? സർവീസിന് ഉണ്ടായിരുന്നോ? രാജൻ ഡോക്ടർ ഉണ്ടായിട്ടില്ല. രാജൻ ഡോക്ടർക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ് ശരിക്കും ഈ ഇത്. പിന്നെ അതിങ്ങനെ ആയതാ. നമ്മുടെ പണ്ട് സ്കൂളില് അല്ല നമ്മുടെ ഹെലികോപ്റ്റർ വന്നിട്ട് മരുന്നടിക്കുണ്ടാവും. അത് ഇപ്പോഴത്തെ സ്കൂളിൻ്റെ ഗ്രൗണ്ടിൽ കറങ്ങി അത് ഇവിടേക്ക് വേരിങ്കൽ എസ്റ്റേറ്റിലേക്കൊക്കെ അടിച്ചിട്ടുണ്ടാവും. അതൊക്കെ പിന്നെ 10-20 വർഷമൊക്കെ ആയിട്ടുള്ളൂ. ഈ സ്കൂള് ഹൈസ്കൂളായതിന് ശേഷം പിന്നെ ഹൈസ്കൂളായതിനു ശേഷം നല്ല പുരോഗമനമാണ് ഈ സ്കൂളിലുണ്ടായിട്ടുള്ളത്. നല്ല വിദ്യാഭ്യാസം, പാസ്സാകുന്നവരുടെ എണ്ണം കൂടുതലൊക്കെ ആയി. നല്ല ഒരുപാട് ഈ പറഞ്ഞ മാതിരി കുഞ്ഞിരാം മാഷ്, സുകുമാരൻ മാഷ്, അങ്ങനെ ഒരുപാട് മാഷന്മാരുടെ സേവനം വലിയ ഗുണമായിട്ടുണ്ട്. പിന്നെ അതിന് ശേഷം പിന്നെ പുതുതലമുറ മാഷന്മാരാണ്. പിന്നെ നമുക്കത്ര കഴിവുള്ളവരല്ല. പിന്നെ ഈ അരപ്പാറ റോഡൊക്കെ പുതിയ റോഡുകളാണല്ലോ അല്ലേ? അതൊക്കെ ചെറിയ മണ്ണ് റോഡായിരുന്നു. ആ സ്കൂളിലെ ബാക്കിലേക്കുള്ള വഴികളൊക്കെ അതൊക്കെ മണ്ണായിരുന്നു. അതൊക്കെ ഇപ്പോൾ ഒരു 10-15 വർഷം മുമ്പ് വരെയും മണ്ണാണ്. ഉദൂസി റോഡ് ഇത് 10 കൊല്ലമൊക്കെ ആയിട്ട് ഉണ്ടാവും. കാറിയോ 15 കൊല്ലമായിട്ടുണ്ടാവും. ഈ തമ്പാന്മാര് കളവണ്ടിയിലാണോ വന്നോണ്ടിരുന്നത്? തമ്പാന്മാര് കാളവണ്ടിയിലാണ്. 2-3 ദേവസ്വമാണ് ഈ തച്ചമ്പാറ. അതായത് ഈ ലാപ്പറ്റ തമ്പാൻ, നിലമ്പൂര്, പിന്നെ ഈ നേരത്തെ പറഞ്ഞ നിലമ്പൂർ വാര്യസ്, പിന്നെ പള്ളിക്കുറുപ്പ് ദേവസ്വം, ഇങ്ങനെ പിന്നെ ഒരു ദേവസ്വം കൂടി ഉണ്ട്. അങ്ങനെ 4 ദേവസ്വത്തിൽപ്പെട്ട സ്ഥലമാണ് നമ്മുടെ